എല്ലാവരുടെ മനസ്സിൽ മണി വന്നത് സല്ലാപം എന്ന് പറഞ്ഞ പടത്തിലായി. അതിനു മുമ്പ് നമ്മള് ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ ബ്രോര് അന്ന് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ അതിരപ്പള്ളിയിലെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇവിടുന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ദിവസം 150 രൂപ ഇട്ടാ 150 രൂപയും 150 രൂപയും ഇഡലിയും നെയ്ഞ്ചാറും. അല്ല അന്ന് പക്ഷെ എന്നിട്ട് അതിനുശേഷം വിജയകാന്ത് സാറിന്റെ ഒരു പടത്തിൽ അഭിനയിച്ച വാഞ്ചിനാഥൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ വില്ലനായിട്ട്. പക്ഷെ ആളെന്നെ കണ്ടപ്പോ മനസ്സിലായിട്ട് ഓടുമ്പോലെ റൂം എത്തിട്ടെങ്കിലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആളെന്നെ മറന്നില്ല എന്നുള്ളതാണ്. സല്ലാപത്തില് സുന്ദരദാസ് സാറാണ് എന്നെ കൊണ്ടുപോയത്. അത് ലോഹി സാറിന്റെ പടമായിരുന്നു സല്ലാപം. ആളെഴുതിയാണ്. പക്ഷെ ചാലക്കുടിയിലൊരു കോഴിക്കടയിൽ പുള്ളി ഒന്നും വരാറുണ്ടായിരുന്നു ലോഹി സാറ്. അപ്പൊക്കെ എൻ്റെ അടുത്ത് നല്ല കൂട്ടുകാരന്മാരോട് ഒന്ന് പോയി പറഞ്ഞ് പരിചയപ്പെടാ, ഒരു ചാൻസ് കിട്ടും. പക്ഷെ എനിക്കൊരു ചമ്മല്. അന്ന് ഞാൻ ലോഹി സാറിൻ്റെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അലിച്ചാൻ്റെ കൂടെ മറ്റേ ഫോറിൻ സാരി അതൊക്കെ കൊണ്ട് വെക്കാനുള്ള വീട്ടിൽ പോകാനായിരുന്നു, ഭാര്യയ്ക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഒന്നും എന്നെ അറിയില്ലായിരുന്നു കലാഭവൻ മണിയാണോ. അന്ന് കലാഭവൻ മണി പോയിട്ട് ചാലക്കുടി മണി പോലെ ആയിട്ടില്ല. അങ്ങനെയാണ് ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിലെ ഒരു സ്കൗട്ടിൻ്റെ പരിപാടിക്ക് സുന്ദരദാസ് സാറിൻ്റെ ചേട്ടൻ നടത്തുന്നൊരു പരിപാടി. അവിടെ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു ഇന്ന് സുന്ദരദാസും വരണ്ട്, ലോഹിദാസ് വരണ്ട്, അവരെ പ്രോഗ്രാം ഇവിടെ കാണാൻ വരണ്ട്, അവരൊരു അടുത്ത പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങാൻ. ഞാൻ പറഞ്ഞു എനിക്കൊരു ചാൻസ് മിമിക്രി കളിക്കാൻ തരുമോ. അങ്ങനെ ഞാൻ അവിടെ കയറിയിട്ട് മറ്റേ കുടിയൻ്റെ അയക്കാം നമ്മൊരു കാലത്ത് ഇല്ലേ എന്നിട്ടാ അല്ലേ ശരിയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഐറ്റം കളിച്ച് ഒന്നും പറയില്ല. പക്ഷെ ഇത് കണ്ടപ്പോ ലോഹി സാറ് താടിയൊക്കെ തടി തന്നു, കൊള്ളാലോ ഇയാള് കൊള്ളാലോ. അങ്ങനെയാണ് സല്ലാപത്തില് ചാൻസ് കിട്ടുന്നത്. ആ പടത്തോടു കൂടി നമ്മള് അല്ല അത് മാത്രമല്ല, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മണിയുടെ ഒരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷന്, ഒരു അധ്വാനം ഭീകരമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് അല്ലേ. കിട്ടിയ വേഷങ്ങളിൽ എത്രത്തോളം ഭംഗിയാക്കാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും അതിന്റെ തന്നെ ഒരു ഭാഗം. എനിക്ക് ആകാവുന്ന കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചു മാത്രം. ഇനി ഇതെന്താവാൻ